വെൽക്കം. തഹ്മനാണ്. ഹെമറ്റോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് ഓർ CBCയെ കുറിച്ചിട്ടാണ്. സോ അതിലെ പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ ESR, PCV പോലുള്ളവ ഞാൻ കൂടുതലായിട്ട് പറയും. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മിക്കവാറും രക്തത്തിലും പ്രതിഫലിക്കുമെന്ന് നമുക്കറിയാം. സോ രക്തപരിശോധന രോഗനിർണയത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അനുബന്ധ മാർഗമാണ്. സോ പലപ്പോഴും നമ്മൾ രോഗികളെ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് ഓർ CBCയും മറ്റ് അനുബന്ധ ടെസ്റ്റുകൾക്കും എഴുതും. സോ ചിലത് രോഗനിർണയത്തിനായിരിക്കാം, അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ഉപോത്ബലകമായിട്ടുള്ള പല തെളിവുകൾക്കും വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ എഴുതുക. ആൻഡ് CBCയിൽ ധാരാളം ടെസ്റ്റുകളുണ്ട്. സാധാരണ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഹീമോഗ്ലോബിൻ കണ്ടുപിടിക്കലാണ്. ദെൻ RBCയുടെ എണ്ണം നോക്കാം. ദെൻ WBCയുടെ എണ്ണം നമ്മൾ നോക്കും. വെളുത്ത രക്താണുക്കളുടെ കൗണ്ട് നോക്കും. അതിനെ നമുക്ക് ടോട്ടൽ കൗണ്ട് എന്ന് വിളിക്കാം. ദെൻ ഇത് തന്നെ നമ്മൾ ഡിഫറൻഷ്യൽ കൗണ്ട് ഉണ്ട്. അതിൽ തന്നെ ഓരോന്നിന്റെയും അളവ് എണ്ണം നോക്കുന്നതാണ് ഡിഫറൻഷ്യൽ കൗണ്ട് എന്ന് പറയാം. ദെൻ പ്ലേറ്റ്ലെറ്റ്സ് ഓർ ത്രോംബോസൈറ്റ്സിന്റെ എണ്ണം നമ്മൾ നോക്കും. പിന്നെ ESR നമ്മൾ പറഞ്ഞു. ദെൻ PCV നമ്മൾ നോക്കാറുണ്ട്. ഹിമാറ്റോക്രിറ്റ് നോക്കാറുണ്ട്. ദെൻ ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ഒക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ പലതുണ്ട്. MCV നമ്മൾ നോക്കും. MCH നമ്മൾ നോക്കാറുണ്ട്. ദെൻ MCHC നോക്കാറുണ്ട്. സോ ഇങ്ങനെ വിവിധ ടെസ്റ്റുകളുണ്ട്. സോ ഇതിനൊക്കെ പറ്റിയാണ് നമ്മൾ ഇവിടെ അപ്പോൾ പറയുക. ആൻഡ് ഇതിൽ പലതും നമ്മളിപ്പോൾ ഹീമോഗ്ലോബിൻ, RBC, WBC ഒക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ എങ്കിലും ഒന്ന് പറഞ്ഞു പോകാം. അവിടെ നമ്മൾ പ്രധാനമായിട്ടും പറയാ ESR പറയും, PCV പറയും. ദെൻ അവിടെ പറയാത്ത MCV, MCH, MCHC അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾ. ദെൻ അതിന്റെ കൂടെ ഞാൻ CRP പ്രോട്ടീനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു പോകാം. അപ്പൊ ഈ പറഞ്ഞ ടെസ്റ്റുകളുടെയൊക്കെ അളവുകൾ കൂടിയാൽ എന്ത് സംഭവിക്കും, കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പറയണം. ദെൻ ചില ടെസ്റ്റുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കൂടി നമുക്കൊന്ന് പറയാം. അപ്പൊ ആദ്യം നമുക്ക് ESRനെ പറ്റി പറയാം. ESR എന്ന് വെച്ചാൽ എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് എന്നാണ് നമ്മൾ പറയാ. സോ ഫോർ എറിത്രോസൈറ്റ് ആണ്. എറിത്രോസൈറ്റ് എന്ന് വെച്ചാൽ അത് നത്തിങ് ബട്ട് RBC ആണ്. സോ രക്തത്തിൽ പ്ലാസ്മ ഉണ്ട്, ഫോംഡ് എലമെന്റ്സ് ഉണ്ട് നമുക്കറിയാം. സോ നമ്മൾ കുറച്ച് രക്തം എടുത്ത് കുറച്ചു നേരം അനക്കാതെ സ്റ്റഡി ആയിട്ട് ഇപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് എടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രക്തത്തിലെ ഫോംഡ് എലമെന്റ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ താഴേക്ക് സെഡിമെന്റ് ചെയ്യും, അല്ലെ? ഫോംഡ് എലമെന്റ്സ് താഴേക്ക് സെഡിമെന്റ് ചെയ്യും. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് ചുവന്ന രക്താണുക്കൾ എറിത്രോസൈറ്റ്സ് എത്ര വേഗതയിൽ, സോ അതാണ് ഇമ്പോർട്ടന്റ്, വേഗതയിൽ എത്ര വേഗതയിലാണ് സെഡിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പൊ നമുക്ക് നോക്കാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് വേണം, അല്ലെ? സ്റ്റാൻഡേർഡ് ഗ്രാജുവേഷൻ ട്യൂബ് നമുക്ക് വേണം. സോ നമ്മൾ ബ്ലഡ് എടുത്ത് ഒരു പിപ്പറ്റിലേക്കാണ് നമ്മൾ എടുക്കുക. റൗണ്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പിപ്പറ്റിലേക്കാണ് ഞാനത് വരയ്ക്കുകയാണ്. റൗണ്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പിപ്പറ്റിലേക്ക് നമ്മൾ എടുക്കുന്നു. ആൻഡ് രണ്ടു വശവും തുറന്നിരിക്കുകയാണ്. ആൻഡ് അടിവശത്ത് നമ്മൾ അടച്ചു വെക്കുന്നത് ഒരു മിക്കവാറും ഒരു റബ്ബർ കോർക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കോർക്കോ വെച്ചിട്ടായിരിക്കും അടച്ചു വെക്കുക. ഒരു 300 മില്ലിമീറ്റർ നീളമാണ് ഇതിനുള്ളത്. 2.5 സെന്റിമീറ്റർ വിട്ടും ഇതിനുണ്ടാകും. ആൻഡ് ഇത് വെക്കുക ഒരു സ്റ്റാൻഡിലാണ്. സോ ഞാൻ സ്റ്റാൻഡ് ഇവിടെ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു സ്റ്റാൻഡിലായിരിക്കും ഇത് ഇവിടെ വെക്കുക. ഇങ്ങനെ വെക്കുന്നു. 1 മണിക്കൂർ നേരം അനക്കാതെ വെക്കണം. അപ്പോൾ ഈ ട്യൂബിനെയാണ്, ഈ പിപ്പറ്റിനെയാണ് നമ്മൾ വിളിക്കുക വെസ്റ്റർഗ്രെൻ പിപ്പറ്റ് എന്നാണ്. വെസ്റ്റർഗ്രെൻ പിപ്പറ്റ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. സോ അപ്പോൾ ഈ പ്രൊസീജിയറിനെ നമ്മളപ്പോൾ വെസ്റ്റർഗ്രെൻസ് മെത്തേഡ് എന്ന് നമ്മൾ പറയും. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ കൂടി വേണം നമ്മൾ ചെയ്യുക. ബ്ലഡ് എടുക്കുന്നു. പെരിഫറൽ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ 1.6 ml ബ്ലഡ് എടുക്കുന്നു. അതിനകത്തേക്ക് നമ്മൾ ഒരു 0.4 ml 3.8% ട്രൈ സോഡിയം സിട്രേറ്റ് ആണ് ആഡ് ചെയ്യുക. സോഡിയം സിട്രേറ്റ് ഇതാണ് ആന്റി കോയാഗുലന്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ അതിന്റെ റേഷ്യോ 4:1 ആണ്. അപ്പോൾ ഇത് നമ്മൾ 2 ml എടുത്തു കഴിഞ്ഞാൽ 0.5 ml ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ മൊത്തം ബ്ലഡ് നോക്കിയിട്ട് എത്ര വേണം എന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും സംഭവം ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇപ്പോൾ ബ്ലഡ് അങ്ങോട്ട് ആഡ് ചെയ്യുന്നു വിചാരിക്കുക. 1 മണിക്കൂർ 1 അവർ നേരം ഈ സ്റ്റാൻഡിൽ അങ്ങോട്ട് വയ്ക്കുന്നു. സോ അപ്പോൾ ഈ ടെസ്റ്റ് തീരാൻ 1 മണിക്കൂർ പിടിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ചില പുതിയ പ്രൊസീജിയേഴ്സ് ഒക്കെ അനുസരിച്ച് ഇതിനകത്തല്ല ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിനകത്തേക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ RBC ആൻഡ് അതർ സെൽസ് താഴത്തേക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ സെഡിമെന്റ് ചെയ്തു വരും. സോ RBCയുടെ ഷേപ്പ് എന്താണ് നമ്മൾ പറഞ്ഞത്? RBCയുടെ ഷേപ്പ് നമ്മൾ പറഞ്ഞത് ബൈ കോൺകേവ് എന്നാണ്. പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, ഇവിടെ ഇങ്ങനെ ഇരിക്കും, അല്ലെ? വീണ്ടും വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും, ഇതിങ്ങനെ വരയ്ക്കും. സോ ഈ ഷേപ്പ് മൂലം ഈ RBC ഒന്നിന് മീതെ ഒന്നായിട്ട് ഇങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എൻ്റെ ഇടയിൽ ഒരെണ്ണം കൂടി വരയ്ക്കാം. ഇങ്ങനെ ഒരെണ്ണം ഇരിക്കുകയാണെങ്കിൽ ഒന്നിന് മീതെ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കിയിരിക്കും. ഇതിനെ നമ്മൾ വിളിക്കുക റോളെ ഫോർമേഷൻ. ROULEAUX റോളക്സ് എന്നാണ് നമ്മൾ എഴുതുക. റോളെ ഫോർമേഷൻ. ഇതാണ് സ്റ്റാക്കിംഗ് ഓർ പൈലിംഗ് അപ്പ് ഓഫ് റെഡ്
ബ്ലഡ് സെൽസ് വൺ ഓവർ അതർ, ഒന്നിന് മീതെ ഒന്ന്, ബൈ ഗ്രാവിറ്റി സിമിലർ ടു സ്റ്റാക്ക് ഓഫ് കോയിൻസ്. നമ്മളൊരു പൈസ തൂട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ ഇരിക്കും. സോ ഇതാണ് ഇതിന്റെ തിയറി. ESRന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്തം കട്ടപിടിക്കലല്ല. കട്ടപിടിക്കൽ എന്ന് പറയുന്നത് അഗ്ലൂട്ടിനേഷൻ അല്ല, റോളെ ഫോർമേഷൻ ആണ് നടക്കുന്നത്. സോ നമ്മൾ എടുത്തൊന്ന് കുലിക്കഴിഞ്ഞാൽ വീണ്ടും പഴയപടിയാണ്. സോ ഇങ്ങനെ RBC താഴെ ഇങ്ങനെ സെഡിമെന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ മുകളിലായിട്ടൊരു ക്ലിയർ പ്ലാസ്മ, ക്ലിയർ ഫ്ലൂയിഡ് ആയിട്ട്, ആൻഡ് ഈ വെസ്റ്റഗ്രൻസ് പിപ്പറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഇവിടെ ഉള്ള മാർക്കിംഗ് 0 ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കൊരു 20 കാണാം, പിന്നെ 40, പിന്നെ 60, അങ്ങനെ അങ്ങ് പോയി ഇവിടെ ആകുമ്പോഴത്തേക്കും 180. താഴത്ത് നമുക്കറിയാം അതാണ് 200. 180 വരെ ആയിരിക്കും ഇങ്ങനെ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി ഇതിനിടയിൽ ഇപ്പോൾ 0 to 20 എന്നുള്ളത് 10 ഉണ്ടാകും. 1, 2, 3 അങ്ങനെ നമുക്ക് അളന്ന് എണ്ണി നോക്കാനായിട്ട് പറ്റും. ആൻഡ് ഇതല്ലെങ്കിൽ ഈ വെസ്റ്റഗ്രൻസ് പിപ്പറ്റ് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് പിന്നെ വിൻഡ്രോപ്പ് ആണ്. അതിനെ വിൻഡ്രോപ്പ് മെത്തേഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. വിൻഡ്രോപ്പ് മെത്തേഡിൽ ഇത്ര നീളമില്ല, ഒരു 100 മില്ലിമീറ്റർ നീളം മാത്രമുള്ള ഒരു ട്യൂബാണ്. EDTA നമ്മൾ ആഡ് ചെയ്തിരുന്നു. ആൻഡ് ഇതിന് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും പിന്നീട്. സോ അടിവശം ക്ലോസ്ഡ് ആയിട്ടുള്ള ട്യൂബാണ്, പക്ഷെ അതിന് സെൻസിറ്റിവിറ്റി കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് വെസ്റ്റഗ്രൻ മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ എന്താണ് ഇതിന്റെ റീഡിംഗ്? നമ്മൾ റീഡ് ചെയ്യുന്നത് മുകളിൽ ഉള്ള ഈ ക്ലിയർ പ്ലാസ്മ ഭാഗമാണ്. സൂപ്പർനൈറ്റ് ആൻഡ് ക്ലിയർ പ്ലാസ്മ എബവ് ദിസ് സെറ്റിൽഡ് RBC, അതാണ് നമ്മൾ നോക്കുക. RBC എത്ര താഴെ എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഇതിന്റെ അളവ് നമ്മൾ പറയാം മില്ലിമീറ്റർ പെർ അവർ. എത്ര മില്ലിമീറ്റർ താഴേക്ക് വന്നിട്ടുണ്ട് ഒരു മണിക്കൂറിൽ പെർ അവർ, അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ പുരുഷന്മാരിൽ 50 വയസ്സ് താഴെയുള്ള ആൾക്കാർ ഇതൊരു 0 to 15 മില്ലിമീറ്റർ പെർ അവർ വരെ നമുക്ക് സമ്മതിക്കാം. 50 വയസ്സിന് മുകളിലാണെങ്കിൽ ഒരു 0 to 20 മില്ലിമീറ്റർ പെർ അവർ വരെ നമുക്ക് സമ്മതിക്കാം. ആൻഡ് സ്ത്രീകളിലാണെങ്കിൽ 50 വയസ്സിന് താഴെയാണെങ്കിൽ ഒരു 0 to 20 മില്ലിമീറ്റർ പെർ അവർ വരെ നമ്മൾ സമ്മതിക്കും. 50 വയസ്സ് കഴിഞ്ഞാലാണെങ്കിൽ 0 to 30 മില്ലിമീറ്റർ പെർ അവർ വരെ നമ്മൾ നോർമലായിട്ട് കണക്കാക്കും. പക്ഷെ ഏറ്റവും ശരിയായ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് മെയിലിൽ 3 to 7 മില്ലിമീറ്റർ പെർ അവറും ഫീമെയിലിനകത്ത് 5 to 9 മില്ലിമീറ്റർ പെർ അവറും കുട്ടികളിൽ ഇൻഫൻസിൽ 0.2 മില്ലിമീറ്റർ പെർ അവർ. കുറച്ചും കൂടി വലിയ കുട്ടികളിലാണെങ്കിൽ ഒരു 3 to 13 മില്ലിമീറ്റർ പെർ അവർ ഒക്കെയാണ്. ആൻഡ് ഇതിനെ എന്നിട്ട് നമ്മൾ പ്രായം അനുസരിച്ച് പുരുഷന്മാർ നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് എടുക്കും. ഏജ് ഇൻ ഇയേഴ്സ്, അപ്പോൾ വയസ്സ് എത്രയാണ്, ഏജ് വയസ്സിൽ പറഞ്ഞിട്ട് ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുക. ആൻഡ് സ്ത്രീകളിലാണെങ്കിൽ നമ്മൾ ചെയ്യുക ഏജ് ഇൻ ഇയേഴ്സ് തന്നെയാണ്. ഏജ് ഇൻ ഇയേഴ്സ് എടുത്തിട്ട് അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്തിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ കണക്കാക്കാം. അപ്പോഴും കൃത്യമായിട്ട് കണക്കാം. സോ അപ്പോൾ തന്നെ ESRൽ വേരിയേഷൻസ് ഉണ്ട് നമുക്ക് മനസ്സിലായില്ലേ. സ്ത്രീകളിലും പുരുഷന്മാരിലും ഒന്നല്ല. അപ്പോൾ ഏജും വ്യത്യാസമുണ്ട്. ഏജിൽ അപ്പോൾ കുറവ് അല്ലെങ്കിൽ കൂടുതൽ അങ്ങനെ വരാം. അവിടെ നമുക്ക് കാണാം. ദെൻ ജെൻഡർ, മെയിലിനകത്ത് ഇത് കുറവാണ്. ഇനി ഗർഭിണികൾ പ്രഗ്നൻസിയിലും ഇത് കുറവാണ്. സോ കുറവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരയ്ക്കാം, കുറവാണ്. അയൺ ഡെഫിഷ്യൻസി അനീമിയ, വിളർച്ചയുള്ള ആൾക്കാരിൽ ഇത് കുറവായി. ദെൻ അലർജിക് റിയാക്ഷൻസിൽ കുറയാം. ഓക്കെ, പോളിസൈത്തീമിയയിൽ വ്യത്യാസം വരും. ദെൻ എക്സ്ട്രീം ലുക്കോസൈറ്റോസിസിൽ കുറയാം. ഇനി ESR എപ്പോഴൊക്കെയാണ് കൂടുക? ESR വർദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഫെക്ഷനുകൾ വന്നാലാണ്. എന്തെങ്കിലും ബാക്ടീരിയൽ അണുബാധ, വൈറൽ അണുബാധ, ഫംഗൈ ഇൻഫെക്ഷൻ. സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇത് വർദ്ധിക്കും. ഇപ്പോൾ ഉദാഹരണങ്ങൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആകാം, ന്യൂമോണിയ ആകാം, വൈറൽ രോഗങ്ങളായിരിക്കാം, ക്രോണിക് ഇൻഫെക്ഷൻസ്. ഉദാഹരണം TBയിലൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉയർന്നിരിക്കുക, അതാണ് ഇൻഫെക്ഷൻ. ദെൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് അതിനകത്ത് കൂടുന്നുണ്ട്. ക്രോൺസ് ഡിസീസിനകത്ത് കൂടുന്നുണ്ട്. SLE, സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റോസിസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്. ഇങ്ങനെയൊക്കെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൽ ഇത് വർദ്ധിക്കും. ദെൻ ഇൻഫ്ലമേറ്ററി ഡിസീസസ് എന്ന് പറയുമ്പോഴത്തേക്കും ശരീരത്തിൽ ക്ഷതം, മുറിവ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള എന്ത് വന്നാലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ വർദ്ധിക്കും. ഉദാഹരണത്തിന് IBD, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവ്, ഇഞ്ചുറീസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ, തൈറോയ്ഡ് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ. സോ അങ്ങനെയൊക്കെയുള്ള വർദ്ധിക്കാം. ദെൻ ചിലതരം ക്യാൻസർ, ഉദാഹരണത്തിന് മൾട്ടിപ്പിൾ മൈലോമ അല്ലെങ്കിൽ ലിംഫോമ. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വർദ്ധിക്കും. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു വന്ന ഇതൊരു സ്പെസിഫിക് ടെസ്റ്റ് അല്ല, നോൺ സ്പെസിഫിക് ടെസ്റ്റാണ്. എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നറിയാം എന്ന് മാത്രം. രോഗം എന്തെങ്കിലും ഉണ്ടോ എന്നറിയണമെങ്കിൽ രോഗത്തിന് പ്രത്യേകമായിട്ടുള്ള വേറെ ഏതെങ്കിലും സ്പെസിഫിക് ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കണം, രോഗം ഏതാണ് എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് ESR. പിന്നെ രണ്ടാമത് ഞാൻ പറയുന്നത് PCV ആണ്, പാക്ഡ് സെൽ വോളിയം, ഓർ അതിന് വേറെ പേര് ഹിമാറ്റോക്രിറ്റ് എന്നും നമ്മൾ ഹിമാറ്റോക്രിറ്റ്. ഇവിടെ നമ്മൾ നോക്കുന്നത് RBC ബ്ലഡ് വോളിയത്തിന്റെ എത്ര ശതമാനമുണ്ടെന്ന്. സോ RBC നമ്മൾ നോക്കുന്നത് ബ്ലഡ് വോളിയം ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. പ്രൊപ്പോർഷൻ ഓഫ് RBC ഇൻ ദ ബ്ലഡ് സാമ്പിൾ. എത്ര RBC അത്രയും ബ്ലഡിനകത്തുണ്ട്. ബ്ലഡിന്റെ രക്തത്തിൽ RBCയുടെ പെർസെന്റേജ് എത്ര എന്നുള്ളതാണ് നമ്മൾ. PCV ഈസ് വോളിയം പെർസെന്റേജ് ഓഫ്. സോ PCV ഈസ് വോളിയം പെർസെന്റേജ് ഓഫ് RBC ഇൻ ബ്ലഡ്
എന്ന് നമുക്ക് എഴുതാം. നമുക്കറിയാവുന്നത് ബ്ലഡിന്റെ 55% പ്ലാസ്മയാണെന്ന് നമുക്കറിയാം. 45% ഫോംഡ് എലമെന്റ്സ് എന്നും നമുക്കറിയാം. ആൻഡ് ഇതിൽ തന്നെ ഫോംഡ് എലമെന്റ്സിൽ ഏറ്റവും കൂടുതലുള്ളത് RBC ആണ് എന്നും നമുക്കറിയാം. സോ PCVക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് വിൻട്രോപ്സ് ട്യൂബ് ആണ്. വിൻട്രോപ്സ് ട്യൂബ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. വിൻട്രോപ്സ് ട്യൂബ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ഇതൊരു ടെസ്റ്റ് ട്യൂബ് പോലെയുള്ള ഒരു സംഭവമാണ്. ടെസ്റ്റ് ട്യൂബ് പോലെ എന്ന് പറയുമ്പോൾ അടിയിൽ ഇങ്ങനെ ചേർന്നിരിക്കുന്ന സംഭവമാണ്. ചെറിയ ട്യൂബാണ്. ആൻഡ് ഏകദേശം ഒരു 100 മില്ലിമീറ്റർ ആയിരിക്കും ഇതിന്റെ നീളം എന്ന് പറയുന്നത്. ഒരു 20 മില്ലിമീറ്റർ ഡയമീറ്ററും കാണും. ആന്റികോയാഗുലൻ ചേർത്ത ബ്ലഡ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ദെൻ വി സെൻട്രിഫ്യൂജ് ഒരു 3000 RPM നമ്മൾ ഒരു 20 മിനിറ്റ് നേരം സെൻട്രിഫ്യൂജ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ അടിയിൽ ഇവിടെ എത്ര RBC ഉണ്ട്, ഇവിടെയാണ് RBC അടിഞ്ഞു കൂടുക. RBC ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് ഇതിന്റെ ടെസ്റ്റ്. അപ്പൊ നമുക്കിവിടെ 100% ഇവിടെ നമുക്ക് കാണാവുന്നത് 100 മുകളിലും ദെൻ 10 താഴെയുമായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ എഴുതിയിട്ടുണ്ടാകും. ദെൻ ഇതിൽ തന്നെ ESR ചെയ്യണമെങ്കിൽ അതേപോലെയുള്ള മാർക്കിംഗ് ഇപ്പുറ സൈഡിൽ വേറെ. സോ അപ്പോൾ ഇവിടെ നമ്മൾ അളക്കുക പെർസെൻറ്റേജ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോൾ RBC ഇവിടം വരെ ആയിരിക്കാം. ഇതിന്റെ മുകളിൽ ഉള്ള ഭാഗം WBCയും പ്ലേറ്റ്ലെറ്റ്സും ചേർന്ന ബഫി കോട്ട് എന്നാണ് നമ്മൾ പറയാം. ആൻഡ് മുകളിൽ ഉള്ളത് പ്ലാസ്മ, ക്ലിയർ പ്ലാസ്മ ഫ്ലൂയിഡ് ആയിരിക്കും മുകളിൽ നമുക്ക് കാണാം. സോ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവിടെ RBCയുടെ ഹൈറ്റ് നോക്കുക. ഈ ഹൈറ്റ് നോക്കുന്നു. ദെൻ ടോട്ടൽ ഹൈറ്റും കൂടി നോക്കും. സോ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ബ്ലഡ് കോളം വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിനെയാണ് നമ്മൾ പെർസെൻറ്റേജ് ആക്കുക. അപ്പോൾ ഇതിന്റെ ഹൈറ്റും ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹൈറ്റും കൂടി നമ്മൾ നോക്കിയിട്ട് ഇൻറ്റു 100 പെർസെൻറ്റേജ് ആക്കാനായിട്ട് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PCV എത്രയാണ്. സോ മെയിൽ ആണുങ്ങളിൽ ഇതൊരു 40 to 54 പല ബുക്കുകളിലും പലതാണ്. രാജ്യങ്ങളും സ്ഥലങ്ങളൊക്കെ അപേക്ഷിച്ചിരിക്കും. ദെൻ 40 to 50 നമുക്ക് വേണമെങ്കിൽ എഴുതാം. സ്ത്രീകളിൽ ഒരു 37 to 47 സോ അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സ്ത്രീകളിൽ ഇത് കുറവാണ്. സ്ത്രീകളിൽ കുറവാൻ കാരണം എന്തായിരിക്കും? RBC കുറവാണ് സ്ത്രീകളിൽ അല്ലെ. അവരുടെ RBCയുടെ അളവ് കുറവാണ്. ഇൻഫൻസിൽ ഒരു 55 to 65% വരും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പൊ അനീമിയ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. അനീമിയ ദെൻ കൂടുതലാണെങ്കിൽ പോളിസൈതീമിയ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കണ്ടുപിടിക്കാം. സോ ഒരു ജനറൽ ഹെൽത്ത് സിറ്റുവേഷൻ അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റുള്ളൂ. ഇനി മറ്റൊരു ടെസ്റ്റ് MCH ആണ്. MCH അല്ലെങ്കിൽ മീൻ കോർപ്പസ്കുലാർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ RBC ആണ് ഉദ്ദേശിക്കുന്നത്. ഹീമോഗ്ലോബിൻ അതാണ് MCH, മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ആണ്. സോ ഇത് നമ്മൾ നോക്കുന്നത് ഒരു സിംഗിൾ RBC, ഇതൊരു സിംഗിൾ RBC ആണെങ്കിൽ ഇതിനകത്ത് എത്ര ഹീമോഗ്ലോബിൻ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ആവറേജ് കാണാനായിട്ടുള്ള ഒരു ടെസ്റ്റാണ്. CBCയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. അപ്പൊ അനീമിയ നമുക്ക് കണ്ടുപിടിക്കാൻ B12 ഫോളേറ്റ് ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കൊടുത്തിട്ട് ഒരു അനീമിയക്കൊക്കെ മരുന്ന് കൊടുത്തിട്ട് അതിന്റെ ഫലം എത്ര ഗുണമുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും നമ്മൾ ഇത് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ടോട്ടൽ ഹീമോഗ്ലോബിൻ കണ്ടുപിടിക്കുന്നു ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബ്ലഡ് സെൽ. എത്ര ബ്ലഡ് സെൽസ് ഉണ്ടെന്ന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 27 to 38 വരെയൊക്കെ നമുക്ക് എഴുതാം. പൈക്കോഗ്രാംസ് ആണ്. പൈക്കോഗ്രാംസ് പെർ സെൽ ആണ് ഇതിന്റെ നോർമൽ. ഇത് കുറഞ്ഞാൽ അതിന്റെ അർത്ഥം അയേൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ട് എന്നാണ്. അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ കുറയുന്നു എന്നാണ് നമുക്ക് ഇതിന് പറയാവുന്നത്. കൂടിയാലോ, ഇത് കൂടി നിൽക്കുകയാണെങ്കിൽ ഹൈ MCH മീൻസ് വൈറ്റമിൻ B12 ഓർ ഫോളേറ്റ് ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇത് കൂടും വൈറ്റമിൻ ഓർ ഫോളേറ്റ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇത് കൂടിയിരിക്കും. ഇനി CBCയിലെ മറ്റൊരു ടെസ്റ്റാണ് MCV എന്ന് പറയും. MCV ഈസ് മീൻ തന്നെയാണ്, മീൻ കോർപ്പസ്കുലാർ തന്നെയാണ്, വോളിയം, മീൻ കോർപ്പസ്കുലാർ വോളിയം. ഇവിടെ നമ്മൾ RBCയുടെ അല്ലെങ്കിൽ ചുവന്ന രക്താണുവിന്റെ ആവറേജ് സൈസ് ആണ് നോക്കുക. സോ ആവറേജ് സൈസ് ഓഫ് RBC ആണ് നോക്കുക. RBC വലുതാണോ ചെറുതാണോ നോർമൽ സൈസ് ആണോ. സോ ഇതും ചില അനീമിയ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. ഇപ്പോൾ RBC ചെറുതാണെന്ന് വെച്ചാൽ കുഞ്ഞൻ RBC ആണ്. വലിപ്പം കുറഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുക മൈക്രോസൈറ്റിക് അനീമിയ ആണ് ഉണ്ടാകുക. മൈക്രോസൈറ്റിക് അനീമിയ. RBC ചെറുതാണ്, അത് അയൺ ഡെഫിഷ്യൻസി അനീമിയയിലാണ് പ്രധാനപ്പെട്ട കാരണം. ദെൻ RBC വലുതാണെന്ന് വെച്ചു, ബിഗ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക മാക്രോസൈറ്റിക് ആണ്. മാക്രോസൈറ്റിക് അനീമിയ ആണ് അത്. RBC വലുതാണ്. എവിടെയാണ് RBC വലുതാകുക? വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയിൽ വലുതായിരിക്കാം, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി. സോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ RBC ഈസ് ബിഗ്. കാരണം RBC വളർച്ച പൂർത്തിയായിട്ടില്ല, മെച്ചുവർ ആകുമ്പോൾ ചെറുതാകും. ഇനി നമുക്ക് നോക്കാവുന്നത് RBCയുടെ എണ്ണം നമുക്ക് നോക്കാം. പിന്നെ ഹീമോഗ്ലോബിൻ ഇതിനായിട്ട് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്താണെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. RBCയുടെ എണ്ണം സാധാരണ ഒരു 4.5 to 5.5 മില്യൺസ് ആണ് അല്ലെ. മില്യൺസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ക്യൂബിനകത്ത് അത്രയുണ്ട് എന്ന് വെച്ചാൽ 45 to 55 ലക്ഷമൊക്കെയാണ്. ആൻഡ് സ്ത്രീകളിൽ കുറവാണ്, പുരുഷന്മാരിൽ കൂടുതലാണെന്നൊക്കെ നമുക്കറിയാം. സോ അത് കുറഞ്ഞാൽ അതിന്റെ അർത്ഥം ബോൺ മാരോന് അവിടെ ഉണ്ടാവുന്നില്ല കൃത്യമായിട്ട് എന്നുള്ളതാണ്. വളരെ ഉയർന്ന തോതിലായി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ മൈലോമ എന്നുള്ള പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ പോളിസൈതീമിയ വേറ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കും. ഹീമോഗ്ലോബിൻ സാധാരണ നമ്മൾ ജനറൽ 15 mg per
ഡെസിലിറ്റർ എന്ന് വെച്ചാൽ മെയിലിനും ഒരു 13 ആയിരിക്കും നമ്മൾ ഫീമെയിൽ കൂട്ടുകയാണെങ്കിൽ 10 താഴെ വന്നാലാണ് നമ്മളിത് കണക്കിലെടുക്കുള്ളൂ. 10 താഴെ വരുമ്പോഴത്തേക്കും നമ്മൾ അയൺ ഗുളികളോ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. എങ്കിലും 8 ബിലോ 8 മീൻസ് 8 താഴെ വന്നു കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ അയൺ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരും. പിന്നെ നമുക്ക് WBC ഓർ വെളുത്ത രക്താണുക്കൾ ടെസ്റ്റിനെ കുറിച്ച് പറയാം. സോ ഇത് നമുക്കറിയാം WBC തന്നെ 5 തരമുണ്ട്, 5 ടൈപ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ആൻഡ് ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആൻഡ് സാധാരണ ഇതിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു 5000 മുതൽ ഒരു 8000 വരെ നമുക്ക് കൂട്ടാം. 8000 സെൽസ് അത്രയേ ഉള്ളൂ, മില്യൻസ് ഒന്നുമില്ല. പെർ മില്ലിമീറ്റർ ക്യൂബ് മാത്രമേ ഉള്ളൂ. സോ ഇതിനെയാണ് നമ്മൾ ടോട്ടൽ കൗണ്ട് എന്ന് നമ്മൾ വിളിക്കുക. സോ ടോട്ടൽ കൗണ്ട് ഇതാണ്. ആൻഡ് ഇതിലെ ഓരോന്നിനും ഈ 5 ടൈപ്പിനെയും സെപ്പറേറ്റ് ഇങ്ങനെ എണ്ണി നോക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ കൗണ്ട്. ഓരോന്നിനും ഓരോന്നായിട്ട് നോക്കുകയാണ് ഡിഫറൻഷ്യൽ കൗണ്ട്. സോ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്ന ഒരു 10,000 കൂടി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്കൊരു ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്, ഇപ്പോൾ പനി, തൊണ്ടവേദന, അതിനകത്തൊക്കെ 10,000 കവിയും. പക്ഷേ ഒരു 30,000 മുകളിൽ പോയി കഴിഞ്ഞാൽ അതിനൊക്കെ എബവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം സം ടൈപ്പ് ഓഫ് ക്യാൻസർ നമ്മൾ സംശയിക്കും. ബ്ലഡ് ക്യാൻസേഴ്സിലൊക്കെ നമുക്ക് ഇങ്ങനെ വളരെയധികം ഉയർന്ന തോതിൽ നമുക്ക്. ആൻഡ് ഇതിൽ ഒരു ടൈപ്പാണ് ന്യൂട്രോഫിൽ ഓർ PMN സെൽസ് എന്ന് പറയുന്നത്, പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ്. സോ ഇത് ഏറ്റവും കൂടുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിലാണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഓർ അക്യൂട്ട് ഇൻഫെക്ഷൻസിലാണ് ഇത് കൂടുക. ആൻഡ് ഇത് കൂടുമ്പോൾ നമുക്കറിയാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, നമുക്കപ്പോൾ ആന്റിബയോട്ടിക് എഴുതാൻ പറ്റും, ആന്റിബയോട്ടിക്സ് ഏതെങ്കിലും നമുക്ക്. പക്ഷെ കുറഞ്ഞാലോ ഇത് കുറയുന്നത് പ്രശ്നമാണ്. ഉദാഹരണത്തിന് ക്യാൻസറിന് ഉപയോഗിക്കുന്ന കീമോതെറാപ്പി മരുന്നുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ HIV-ലൊക്കെ ആയിരിക്കും. സോ കീമോതെറാപ്പി മരുന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് കുറയും. സോ അങ്ങനെ കുറയുന്നതിനാണ് നമ്മൾ സിവിയർ ന്യൂട്രോപീനിയ എന്ന് നമ്മൾ വിളിക്കുക. സിവിയർ ന്യൂട്രോപീനിയ ഇത് പല അണുബാധകളും അലക്കത്തു കൂടി പോയാൽ മതി. സാധാരണ രീതിയിൽ നമുക്ക് പിടിപെടാത്ത പല അണുബാധകളും നമുക്ക് വേഗം പിടിപെടാം. നമ്മുടെ ശരീരത്തിൽ തന്നെ നോർമലായിട്ട് പ്രശ്നമൊന്നുമില്ലാതെ അടങ്ങി ഒതുങ്ങിയിരുന്ന ആൾക്കാരൊക്കെ എപ്പോഴത്തേക്കും തലപൊക്കും, പലതും സീരിയസ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് മാറുന്ന സിവിയർ കണ്ടീഷനാണ് സിവിയർ ന്യൂട്രോപീനിയ എന്ന് പറയും. ഇനി അപ്പോൾ രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് ലിംഫോസൈറ്റ്സ് ആണ്. ഏറ്റവും കൂടുതലുള്ള സെല്ല് ലിംഫോസൈറ്റ്സ് ആണ്. ഇത് നമ്മുടെ രോഗപ്രതിരോധം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ ഇൻ ക്രോണിക് ഇൻഫെക്ഷൻ, തുടർച്ചയായി ദീർഘനാൾ ഒരു അസുഖം ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഇത് ഉയരും. അപ്പോൾ ലിംഫോസൈറ്റ്സ് ആണ് വരണമെങ്കിൽ നമ്മൾ ആന്റിബയോട്ടിക് എഴുതേണ്ട ആവശ്യം വരില്ലായിരിക്കും. കാരണം വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ക്രോണിക് ഇൻഫെക്ഷൻ ആണ്, അതൊക്കെയാണ് ചികിത്സിക്കേണ്ടത്. തൽക്കാലം നമ്മൾ ഇവിടെ ആന്റിബയോട്ടിക്സ് എഴുതിയ പോലെ കഴിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടായിരിക്കും ഡോക്ടർ പറയാ ഇത് കഴിക്കണ്ട എന്ന് നമ്മുടെ അടുത്ത് പറയാം. ഇപ്പോൾ ലിംഫോസൈറ്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്രതിരോധ ശേഷി കുറയും, അല്ലെ? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഒക്കെ പ്രശ്നമാകാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല ചിലപ്പോൾ നമ്മളിത് മനഃപൂർവ്വം ചില മരുന്നുകൾ കൊടുത്ത് കുറയ്ക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ശരീരത്തിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ ഇവനെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ പാടില്ല, നമ്മൾ ഇവനെ താഴ്ത്തിയില്ലെങ്കിൽ അപ്പോഴാണ് റിജക്ഷൻ, ഓർഗൻ റിജക്ഷൻ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇത് നമ്മൾ താഴ്ത്തി പിടിക്കും. ഇനി അടുത്ത പ്രധാനപ്പെട്ട സെൽ എന്ന് പറയുന്നത് ഇസിനോഫിൽസ് ആണ്. ഇസിനോഫിൽസ് എന്ന് പറയുന്നത് വിര, കൃമി, അലർജി, അങ്ങനെയൊക്കെയുള്ള ക്രിമീഡിയ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇസിനോഫിൽസ് കൂടും. അലർജിക് ഡിസോർഡേഴ്സിലാണ് ഇസിനോഫീലിയ കൂടുതലായിട്ട്. ഇതാണ് WBC. ഇനി നമുക്ക് പ്ലേറ്റ്ലെറ്റ്സിന്റെ കാര്യം പറയാം. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ അത്യാവശ്യം വേണ്ട സെൽസ് ആണ്. നോർമൽ എന്ന് പറയുന്നത് ഒരു 1.5 ലക്ഷം to 4.5 ലക്ഷം ഒക്കെയാണ് നമുക്ക് നോർമലായിട്ട് കൂട്ടുക. പെർ മില്ലിമീറ്റർ ക്യൂബ് തന്നെയാണ്. പക്ഷെ ഇത് അമിതമായി കഴിഞ്ഞാൽ പ്രശ്നമാണ്, അല്ലെ? വളരെയധികം കൂടി കഴിഞ്ഞാൽ പല പ്രശ്നം, ബ്ലഡ് കട്ട പിടിക്കും. എപ്പോഴും ബ്ലഡ് അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ, പലതരം പ്രശ്നങ്ങളുണ്ട്. പെർപ്യൂറ അങ്ങനെയൊക്കെ, ത്രോംബോസൈറ്റിക് പെർപ്യൂറ അങ്ങനെയൊക്കെ പറഞ്ഞ രോഗങ്ങളാണ്. പക്ഷെ കുറയുന്നതാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് പറയാം. കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഡെങ്ക് പനി, ഡെങ്ക് ഫീവറിനകത്ത് ഇത് വളരെയധികം കുറയുന്നുണ്ട്. ഏകദേശം 50,000 താഴെയൊക്കെ ആകും. അപ്പോൾ എന്താ പറ്റുക, അപ്പോൾ ബ്ലീഡിങ് വർദ്ധിക്കും. അതുകൊണ്ടാണ് ഡെങ്ക് പനിയുള്ള ആൾക്കാരുടെ സ്കിന്നിൽ ഇങ്ങനെ കുഞ്ഞു രക്തം പൊട്ടി കട പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സിവിയർ ത്രോംബോസൈറ്റോപീനിയ. എലിപ്പനിയിലും ഇങ്ങനെ കുറയാം. ഇനി നമ്മൾ ഇൻഫെക്ഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. CRP എന്ന് പറയുന്ന ഒരു പ്രോട്ടീനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഇതൊരു പ്രോട്ടീനാണ്. ഇൻഫ്ലമേഷൻ, വീക്കം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ ഇന്റർലൂക്കിൻ 6 എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കും. ഇത് പോയി ലിവറിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോട്ടീനാണ് CRP എന്ന് പറയുന്ന പ്രോട്ടീൻ. സോ ഇതപ്പോൾ ഇൻഫ്ലമേഷൻ, വീക്കം ഒക്കെ ഉണ്ടെങ്കിൽ ഇത് തുടർച്ചയായിട്ടുണ്ടെങ്കിൽ ഇത് കൂടിയിരിക്കും എന്നുള്ളതാണ്. സോ ഇത് ഇസ് എ ഗുഡ് മാർക്കർ ഫോർ ഇൻഫ്ലമേഷൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാം. നോർമൽ വാല്യൂ എന്ന് വെച്ചാൽ 0.3 മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇതൊരു 50 കൂടുതൽ ആയി കഴിഞ്ഞാൽ ഉയർന്ന അക്യൂട്ട് ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ്. പക്ഷെ ഗർഭിണികളിൽ സാധാരണ ഇത് കുറച്ച് കൂടുതലായിട്ട് ഉയർന്നിരിക്കുന്നുണ്ടാകും. ദെൻ മുറിവ്, പൊള്ളൽ, ആർത്രൈറ്റിസ്, ലൂപ്പസ് അങ്ങനെയൊക്കെയുള്ള പല കണ്ടീഷൻസ്, ഇൻഫ്ലമേറ്ററി ക്രോണിക് അങ്ങനെയൊക്കെയുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിൽ ഇത് വാല്യൂ വരും. അപ്പോൾ നമുക്ക് CRP നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ, ശരീരത്തിനകത്ത് എന്തോ ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് നമുക്ക് കുറച്ചും കൂടി ഉറപ്പിക്കാൻ പറ്റും.
ഇനി CRP തന്നെ CRP എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് പ്രത്യേകിച്ച് വരുന്നത് ഹാർട്ട് അറ്റാക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള പ്രശ്നം, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ഉയരാനായിട്ടുള്ള ചാൻസ്. സോ ഇതൊക്കെയാണ് സാധാരണ ബ്ലഡ് ടെസ്റ്റുകൾ. ഇനിയും ഉണ്ട് പലതും, പക്ഷേ സമയം കുറേ ആയെന്ന് തോന്നുന്നു. സോ അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.